ജീവിതശൈലി രോഗങ്ങളും അതുകൊണ്ട് നമ്മൾ വളരെ കൂടുതലായിട്ട് ഇന്ന് സമൂഹത്തിൽ കാണുന്നുണ്ട്. പ്രീമച്വർ ഗ്രേയിങ് ഓഫ് ഹെയർ അല്ലെങ്കിൽ ഏർലി ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഗ്രേയിങ് നാച്ചുറലി എക്സ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിനു മുമ്പ് കാണുന്നത് പ്രീമച്വർ ഗ്രേയിങ് എന്ന് പറയുന്നു. ഈ പ്രീമച്വർ ഗ്രേയിങ്ങിന് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ, അതായത് സിങ്ക്, ബയോട്ടിൻ, അങ്ങനത്തെ അയൺ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രിമച്വർ ഗ്രേയിങ് സംഭവിക്കാം. കൂടുതൽ ഒരു 25 വയസ്സിന് മുമ്പായിട്ട് നര വരുന്നതിനാണ് നമ്മൾ അകാല നര അല്ലെങ്കിൽ പ്രിമച്വർ ഗ്രേയിങ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ എന്തെങ്കിലും തൈറോയ്ഡ് അസുഖങ്ങളുള്ള ആൾക്കാർക്കും സംഭവിക്കാം. മെയിൻ ഫാക്ടർ പക്ഷേ ജനറ്റിക്സ് തന്നെയാണ്. അപ്പോൾ ഈ ജനറ്റിക്സ് കൊണ്ടുള്ള പ്രിമച്വർ ഗ്രേയിങ്ങിനെ ട്രീറ്റ് ചെയ്യാൻ ആക്ച്വലി പാടാണ്. അതിന് കളറിങ്ങൊക്കെ തന്നെ ചെയ്യേണ്ടി വരും. അതെ. അതേസമയം ഡെഫിഷ്യൻസീസിൻ്റെ കോസ് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു തൈറോയ്ഡ് ഇഷ്യൂസിൻ്റെ പ്രശ്നം കൊണ്ടാണ്, സ്ട്രെസ് റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത് വഴിയും സ്ട്രെസ് കുറയ്ക്കുന്നത് വഴിയും ഈ ഉണ്ടായ ഗ്രേയിങ്ങിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു പ്രത്യേകതരം ഫുഡോ അല്ലെങ്കിൽ വൈറ്റമിൻസോ കണ്ടിന്യൂസ്ലി കഴിച്ചുകൊണ്ടിരിക്കുന്ന വഴി ഗ്രേയിങ്ങിനെ കുറയ്ക്കാം എന്നൊരു അഭിപ്രായം എനിക്കില്ല. അത് വൺസ് ഗ്രേയിങ് വരുവാണെങ്കിൽ സച്ച് അതിനെ കളർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ കളർ ചെയ്യുമ്പോൾ ഗ്രേയിങ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടുതലും ഈ ഗ്രേയിങ് ഉണ്ടാകുന്നത് മെയിൻലി ഹെയറിൽ നമുക്ക് മെലനിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അത് നഷ്ടപ്പെട്ട് പോകുമ്പോഴാണ് ഗ്രേയിങ് സംഭവിക്കുന്നത്. അതിൻ്റെ റീസൺസ് ആണ് നമ്മൾ പറഞ്ഞത്, വിറ്റമിൻ ഡെഫിഷ്യൻസി, ജനറ്റിക്സ്, അങ്ങനെ പല ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിനെ റിവേഴ്സിബിൾ കണ്ടീഷൻസിനെ, അതായത് ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അങ്ങനത്തെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ജനറ്റിക്സ് കൊണ്ടുണ്ടാകുന്ന ഗ്രേയിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്.